ഈ ആന മയക്കുവെടിയേറ്റ് നിൽക്കുന്ന സമയത്ത് ആനയെ താങ്ങി നിർത്തുന്നത് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പനാണ്. ആ ആനയെ ചാരിയായിരുന്നു മയക്കുവെടിയേറ്റതിനു ശേഷം ഈ ആന, മസ്തകത്തിൽ മുറിവേറ്റ ആന മുന്നോട്ട് പോയത്. അപ്പോൾ ആ കാഴ്ചകൾ തന്നെയായിരുന്നു ഈ ദിവസത്തെ ഈ ദൗത്യത്തിനിടയിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ കാര്യം. ആ ദൃശ്യങ്ങൾ ലഭ്യമാണ്, ദൃശ്യങ്ങളിലേക്ക്. ശരി, കൂടുതൽ വിവരങ്ങളുമായി ഇനി കോടനാട്ടെ ആന ക്യാമ്പിൽ നിന്ന് ആസിഫ് മുഹമ്മദ് കൂടി ചേർന്നുണ്ട്. ആസിഫ്, ഈ കാട്ടുകൊമ്പന് നിലവിൽ പ്രാഥമികമായ ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ നൽകി ഈ പ്രാഥമിക സുരക്ഷയൊക്കെ നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ എലിഫന്റ് ആംബുലൻസിൽ കോടനാട്ടേക്ക് ആന വരുന്നത്. അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? ലക്ഷ്മി, തീർച്ചയായും ഇവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായതാണ്. നമുക്കറിയാം ആനക്കൂടിന്റെ നിർമ്മാണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പൂർത്തിയായി. ഈ ആനക്കൂടിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ അരിക്കൊമ്പനെ പിടികൂടി ചികിത്സ വേണ്ടി വരികയാണെങ്കിൽ അതിനുവേണ്ടി നിർമ്മിച്ച ആനക്കൂടായിരുന്നു കോടനാട് അഭയാരണ്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ അതിന്റെ ബലപരിശോധന പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ ആനക്കൂട് നിർമ്മിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് വളരെ വേഗം തന്നെ ആ പുതിയ ആനക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയാകുകയും അത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ആനയെ ഇവിടെ എത്തി ദീർഘമായ ഒരു ചികിത്സ തന്നെ വേണ്ടിവരും. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയായിരിക്കും ആനയ്ക്ക് വേണ്ടിവരിക. കാരണം ആനയുടെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 10-ാം തീയതി ആദ്യഘട്ടത്തിൽ ഈ ആനയ്ക്ക് ചികിത്സ നൽകിയതിനു ശേഷം ആനയുടെ നിരീക്ഷണം തുടർന്നു വരികയായിരുന്നു. ഈ 10-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന് ഡോക്ടർമാരടക്കമുള്ളവർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാരണം ആനയ്ക്ക് ആ സമയത്ത് മയക്കുവെടി നൽകുന്നത് അത് കൂടുതൽ വഷളാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതടക്കം ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അങ്ങനെ മയക്കുവെടി നൽകുകയാണെങ്കിൽ ആന രക്ഷപ്പെടാനുള്ള സാധ്യത ഒരു 30% മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. 18-ാം തീയതിയും വീണ്ടും, അതായത് ഇന്നലെ അടക്കം വീണ്ടും ശക്തമായ നിരീക്ഷണം നൽകി. അപ്പോഴും ആനയുടെ ഒരു ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഷോർട്ട് പീരീഡിൽ ആനയ്ക്ക് തുടർച്ചയായി മയക്കുവെടി നൽകുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ആനയുടെ ആരോഗ്യാവസ്ഥയെ ദോഷകരമായി ബാധിക്കും. പക്ഷേ അത് ആ ഒരു റിസ്ക് അടക്കം മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ മയക്കുവെടി വെച്ച് ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് അത്രത്തോളം അത് പോസിറ്റീവായ ഒരു സാഹചര്യം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ തുടർന്നാൽ തന്നെ ആനയ്ക്ക് അത് കൂടുതൽ ആനയുടെ ആരോഗ്യസ്ഥിതി വഷളാക്കും. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ആനയെ കൃത്യമായി സ്പോട്ട് ചെയ്തിരുന്നു. ആ സമയത്തും അടുത്ത് മറ്റ് ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ അതിരപ്പള്ളി മേഖലയിൽ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന ആന അടക്കം സാന്നിധ്യം അടുത്തുണ്ടായിരുന്നു. ഈ മയക്കുവെടി വെച്ചതിന് ശേഷവും ഈ ആനയുടെ സാന്നിധ്യം അടുത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ശേഷം ആ ആനയെ റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ട് വെടിവെച്ചും പടക്കം പൊട്ടിച്ചുമാണ് പിന്നീട് അവിടെ നിന്ന് മാറ്റുകയും ആനയെ ഇത്തരത്തിൽ പ്രാഥമിക ചികിത്സ നൽകാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇപ്പോൾ പ്രാഥമികമായ ചികിത്സ എന്ന് പറയാൻ കഴിയുന്ന ഇത് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതിന് വിദഗ്ധ ചികിത്സ ആവശ്യം വരും. കാരണം മസ്തകത്തിലെ പഴുപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു നോക്കേണ്ടതുണ്ട്. 2 കുത്തേറ്റ പാടുകളായിരുന്നു മസ്തകത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു മുറിവ് കാര്യമായ മുറിവല്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ മയക്കുവെടി വെച്ച് പിടിച്ച സമയത്ത് തന്നെ അരുൺ സക്രിയ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ മുറിവിന്റെ കാര്യത്തിൽ അന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. കാരണം ആ ഒരു ചികിത്സ കൊണ്ട് 50% മാത്രമേ ആനയ്ക്ക് ആ മുറിവ് ഭേദമാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ നൽകാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ആ ചികിത്സ നൽകി ആനയെ കാട്ടിൽ തന്നെ വിടാനും പിന്നീട് തുടർച്ചയായ നിരീക്ഷണം ഏർപ്പെടുത്താനും തീരുമാനിച്ചത്. അങ്ങനെ RRT സംഘം തുടർച്ചയായി ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. പക്ഷേ ഈ ചികിത്സ നൽകിയതിന് തുടർ ദിവസങ്ങളിൽ ആനയുടെ ആരോഗ്യനില കുറച്ച് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ പോലും പിന്നീട് ആരോഗ്യനില കൂടുതൽ വഷളാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനമായത് ആന ഈ ഒരു മുറിവിലേക്ക് തുടർച്ചയായി മണ്ണ് വാരി എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പഴുപ്പ് കൂടുതൽ മോശമാകാൻ അടക്കമുള്ള കാര്യങ്ങൾ എത്തി. പക്ഷെ അപ്പോഴും അത്രയും അടുത്ത സമയത്ത് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് നടക്കാൻ സാധ്യത, അതായത് അത് ആനയുടെ ജീവന് തന്നെ കൂടുതൽ ദോഷകരമായി
ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. കാരണം ഒരു മാസമെങ്കിലും പീരീഡിൽ ഇടവിട്ട് മാത്രമാണ് ആനയ്ക്ക് മയക്കുവെടി വെച്ചാലാണ് അത് ആനയ്ക്ക് അല്ലെങ്കിൽ ആനയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് റിസ്ക് ഉണ്ടെങ്കിൽ പോലും ഇന്ന് ആനയെ മയക്കുവെടി വെച്ച് വീണ്ടും പിടികൂടുകയും കോടനാടേക്ക് എത്തിക്കാനും തീരുമാനിച്ചത്.